ശ്രീമതി കെ പി ശശികല, ഇവിടെ ഇതാ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഏത് ജൂറിയെയും ഏത് പ്രധാനമന്ത്രിയെയും അടക്കം അല്ലെങ്കിൽ ഏത് മന്ത്രിയെയും ഒക്കെ അടക്കം വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ സംസ്കാരത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്രം പ്രഖ്യാപിച്ചാൽ എന്നുള്ളതല്ല, മറ്റേത് വിഷയത്തിലും എൻ്റേതായ സംശയങ്ങൾ ഉന്നയിക്കാം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഈ സിനിമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രകാശ് രാജ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ പ്രധാനപ്പെട്ടത് ദേശീയ ചലച്ചിത്ര സമിതിയുടെ പ്രവർത്തനത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടും അതിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടിയുണ്ട് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എന്ന ധ്വനി ഉള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അത്തരത്തിലുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നടൻ മമ്മൂട്ടി ദേശീയ പുരസ്കാരം സമിതിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയെപ്പോലെ ആളെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം പൈൽസും ഒക്കെയാണ് ദേശീയ തലത്തിൽ പുരസ്കാരം നേടുന്നത് എന്ന് പറയുന്നു. അതേസമയം തന്നെ കേരളത്തിലും വലിയ തോതിൽ ചർച്ച ചെയ്ത സിനിമകൾ ഉൾപ്പെടെ നിരവധിയായി പുരസ്കാരങ്ങൾ നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വേടൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തവണ പുരസ്കാരം ലഭിച്ച പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽപ്പെട്ട ആളുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി എന്നെ ഈ ലൈൻ കണക്ട് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റിലധികമായി. ക്ഷമിക്കണം, താങ്കളിലേക്ക് വരാൻ കുഴപ്പമില്ല, അതൊന്നുമില്ല, അത് വ്യക്തമായി എന്ന് പറഞ്ഞതല്ല. അതുകൊണ്ടൊരു ഭാഗ്യം ഉണ്ടായി, എനിക്ക് ഈ ചർച്ച കേൾക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ സാധിച്ചപ്പോ എനിക്കിപ്പോ ഒരു സംശയം, മഞ്ജുഷ് ജിക്ക് ഇപ്പൊ താക്കോൽ എവിടെയാന്ന് ബോധ്യായോ എന്നുള്ളതാണ്. ആ ചർച്ചയുടെ ഒരു ഏകദേശ രൂപം കണ്ടപ്പോ ജഗദീഷിന്റെ ആ ഒരു സിനിമാ രംഗമാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ താക്കോൽ എവിടെയാണ് എന്ന് ഒരുപക്ഷെ കേൾക്കുന്നവർ കാണുന്നവരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും. ആ നിലയിലാണ് വാദഗതികൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഏതായാലും എനിക്ക് ഇതിനെപ്പറ്റി, ഞാൻ സിനിമാ രംഗത്ത് ഒരു രംഗത്തെ സംബന്ധിച്ചും ആധികാരികമായി സിനിമയിൽ എനിക്ക് പറയാൻ സാധ്യമല്ല. ഞാനൊരു ആസ്വാദക പോലും അല്ല എന്നുള്ളതാണ് സത്യം. കാരണം സമയമുള്ള കാലത്ത് ഇഷ്ടം പോലെ കണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ സമയവും കിട്ടുന്നില്ല. അതുകൊണ്ട് പുതിയ സിനിമകളെ പറ്റി എനിക്ക് യാതൊരു എത്തും പിടിയില്ല. ആധികാരികമായി ഒന്നും പറയാനുള്ള അർഹത എനിക്കില്ല. പക്ഷെ പണ്ട് മുതൽ നമ്മുടെയൊക്കെ ഒരു നാട്ടിലൊരു തമാശയുണ്ട്. ആരെങ്കിലും ഇതെന്താ ഒരു അവാർഡ് സീൻ പോലെ അല്ലെങ്കിൽ ഒരു അവാർഡ് സിനിമ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം ഇല്ലാത്തൊരു ഇതൊക്കെ കാണുമ്പോൾ ഇതെന്താണ് അവാർഡ് സിനിമ പോലെ. അപ്പൊ വളരെ പണ്ട് മുതൽ തന്നെ അവാർഡുകളെ പറ്റി പൊതുസമൂഹത്തിന് ഒരു ധാരണയിൽ നിന്നായിരിക്കാം അതുപോലെ ചില തമാശകളൊക്കെ കടന്നു വന്നത്. പക്ഷെ ജനങ്ങൾ കാണുന്ന സിനിമയായിക്കൊള്ളണം എന്നില്ല, പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിക്കൊള്ളണം എന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ അവാർഡുകൾ തരും. അവാർഡ് പ്രഖ്യാപിക്കുന്ന ജൂറിക്ക് തന്നെയാണ് അതിന്റെ പരമാധികാരം എന്നതിൽ സംശയമൊന്നുമില്ല. പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ, കാരണം ഒരു കോടി ജനങ്ങൾ കണ്ടിട്ടും കാര്യമില്ല. ഇതിന് ആർക്കാണോ ജൂറിക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അവർക്ക് എന്താണോ അഭിപ്രായം വരുന്നത് അതിനനുസരിച്ചാണ് അവാർഡുകൾ പോകുക. അപ്പൊ അതിൽ കൂടുതൽ അല്ല. പക്ഷേ ശ്രീമതി കെ പി ശശികല, ഇതാ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ജൂറിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിൽ കൗതുകകരമാകുന്ന ഒന്ന്, ഈ വിഷയം ഞങ്ങൾ 10 മണിക്ക് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള പലരെയും ഞങ്ങൾ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വലിയ വിയോജിപ്പുണ്ട് ഇപ്പോഴത്തെ ഈ തീരുമാനത്തോട്. പക്ഷേ അവരത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും അതിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് വരും വർഷങ്ങളിലടക്കം ഞങ്ങളുടെ സിനിമകളുമൊക്കെ ഈ പരിഗണിക്കാൻ വേണ്ടി അയക്കും. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും വിമർശനമൊക്കെ ഉന്നയിച്ചാൽ പിന്നീട് എന്തായിരിക്കും സാഹചര്യം എന്നറിയാമല്ലോ, അതുകൊണ്ട് ദയവായി ഒഴിവാക്കൂ എന്നുള്ളതാണ്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം, അവിടെയാണ് ഈ പ്രശ്നം ഉയരുന്നത്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അടക്കം പോലുമുള്ള നിയമനങ്ങൾ നടക്കുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതെല്ലാം രാഷ്ട്രീയമായി മാത്രം നോക്കിക്കണ്ടുകൊണ്ടുള്ള നിയമനങ്ങൾ മാത്രമായി മാറുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. അതാണ് സത്യം. കാരണം ബ്ലാക്ക് ലിസ്റ്റിൽ പെടുമോ എന്ന് ഭയന്നിട്ട് അതിന് പ്രതികരിക്കുക പോലുമില്ല. അപ്പോ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ജനാധിപത്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ കലാമൂല്യവും ഒക്കെ പറയുമ്പോഴും അങ്ങനെ ചെന്നെത്തി നിൽക്കുന്നത് ഇവിടെയൊക്കെ തന്നെയാണ്. ഇതില് ഇപ്പൊ നമുക്കറിയാം, പണ്ട് വേട്ടാടനം സിനിമ ഉണ്ടായ സമയത്ത് അതിനൊക്കെ പറ്റിയുള്ള പരാമർശം എന്താ നിലയില വന്ന് എന്തുകൊണ്ടാണ് അത് അവാർഡിന് പരിഗണിക്കപ്പെടാതെ പോയത് എന്നൊക്കെ അന്ന് പറഞ്ഞു. കാരണം എന്റെ ആശയം ശരിയായില്ല. ഇവിടെ പല സന്ദർഭങ്ങളിലും നിർമ്മാതാവോ അതുമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും തൊഴിലില്ലാത്ത കേസുകളിൽ പറ്റിയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ പലരെയും അവാർഡ് നിർണയത്തിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ ന്യായമായ പല കഥകളും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഈ വിഷയം അത് പരിഗണിക്കപ്പെട്ടില്ല. ഈ സിനിമയുമായി എനിക്കൊരു ബന്ധമില്ല എന്ന് പറയുമ്പോഴും എനിക്കതിന് അല്പമെങ്കിലും എന്തെങ്കിലും താല്പര്യമുള്ളത് അത് കവിതയിലാണ്. കാരണം എനിക്ക് കുട്ടിക്കാലം മുതൽ കവിത ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, അതിനെപ്പോ അത് ആസ്വദിക്കാൻ ഇഷ്ടമാണ്. മലയാള മാനസിക വിഷയമായി ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എന്റെ വിഷയം ചരിത്രമാണ്. എന്നിരുന്നാലും എനിക്ക് മലയാള കവിതയും മലയാള സാഹിത്യമൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. ഞാൻ എഴുതുമെന്ന് ചോദിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, പക്ഷെ ആസ്വദിക്കാൻ ഇഷ്ടമായി.
അപ്പൊ ആ നിലയിൽ വരുമ്പോ ഒരു കവിത എന്നൊക്കെ പറയുമ്പോ ധാരണകളുണ്ട്. സാധാരണ നമ്മൾ പറയണ പോലെ കുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയാണ്, കുഞ്ചന്റെ തുള്ളലിന് മണികൊട്ടിയ കവിതയാണ്. അത്രയ്ക്കൊന്നും ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആസ്വാദകരുടെ മനസ്സിലേക്ക് ഒരു വെള്ളിടി വെട്ടത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാകാതെ അത് നോക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഇനിയും ഈ രംഗത്ത് വരുന്നവരില്ലേ, നമ്മുടെ കുട്ടികൾ എഴുതി തെളിയേണ്ടവരല്ലേ. നമ്മളിപ്പോ സ്കൂൾ കലോത്സവമൊക്കെ നടക്കുക, പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ അവിടെയൊക്കെ കവിതാരചന മത്സരമുണ്ട്. ഈ കവിതാരചന മത്സരം നടത്തുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ എന്താണ് സന്ദേശം കൊടുക്കുന്നത്? കേരളത്തിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ, കേരളത്തിലൊരു നല്ല കവിയായി അറിയപ്പെടണമെങ്കിൽ അത് ഏത് തരത്തിലാണ് അവർ എഴുതേണ്ടത്? അതാണ് സ്വാഭാവികമായും ഒരു പുരസ്കാര പ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ്. പുരസ്കാര പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആണ് ഉയർന്നു വരുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ആ അവാർഡ് നീതിയുക്തം ആയിട്ടാണോ ഈ ജൂറി നൽകിയത്? പ്രത്യേകിച്ച് മികച്ച ബാലചിത്രമടക്കം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അതിൽ അഭിനയ പ്രതിഭകളായ കുട്ടികൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ നിരീക്ഷിക്കുകയും ചില സിനിമകൾക്ക് വാരിക്കോരി പുരസ്കാരം ലഭിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സിനിമാ മേഖലയിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. വളരെയധികം നന്ദി ശ്രീ പല്ലിശ്ശേരി, ശശികല, ഒപ്പം ശ്രീ VC അഭിലാഷ് ഞങ്ങളോട് ഒപ്പം ചേർന്നതിന്. ന്യൂസ്